ക്ഷേത്ര ഭണ്ഡാരത്തിലെ കാണിക്ക എണ്ണുന്നതിനിടെ പണം മോഷ്ടിച്ച CITU നേതാവായ ജീവനക്കാരന് സസ്പെൻഷൻ. കണ്ണൂർ തൃച്ചംബരം ക്ഷേത്രം LD ക്ലർക്ക് നാരായണനെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. TTK ദേവസ്വം എന്നാണ് പറയുക. അതായത് തൃച്ചംബരം രാജരാജേശ്വര ക്ഷേത്രം അടക്കം ഉൾപ്പെടുന്ന TTK ദേവസ്വത്തിന്റെ ക്ഷേത്ര ഭണ്ഡാരം മോഷണവുമായി ബന്ധപ്പെട്ട് CITU നേതാവായ ജീവനക്കാരനാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. തൃച്ചംബരം ക്ഷേത്രത്തിലെ LD ക്ലർക്കായ ചെറിയൂരിലെ മുല്ലപ്പള്ളി നാരായണനെയാണ് TTK ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ക്ഷേത്ര ഭണ്ഡാരം എണ്ണുന്നതിനിടെ പണം മോഷ്ടിച്ചതായി CCTVയിൽ വ്യക്തമായതിനെ തുടർന്നാണ് ഈ ഒരു നടപടി. ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ CITU അതായത് CITU എന്ന ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് കൂടിയാണ് ഈ നാരായണൻ. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അവിടെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തുറന്ന് പണം എണ്ണുന്ന സമയത്താണ് ഇയാൾ പൈസ മോഷ്ടിച്ചു എന്ന പരാതി ഉയർന്നത്. അതായത് ഭണ്ഡാരമണ്ണലിന് സഹായിക്കാൻ ചില ഭക്തർ കൂടി എത്താറുണ്ട്. അവർക്ക് കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇത്തരം നടപടികളൊക്കെ നടക്കുന്നത്. ഈ സമയത്ത് ഇയാൾ പണം എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് കണ്ടു എന്നാണ് ചില ഭക്തർ ദേവസ്വം അധികൃതർക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ CCTV പരിശോധിക്കുകയും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പണം എടുത്ത് താഴെ ഭാഗത്ത് വെക്കുന്നത് ഈ CCTVയിൽ നിന്ന് മനസ്സിലാകുവാനും സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് TTK ദേവസ്വം ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾക്കെതിരെ സസ്പെൻഷൻ അല്ല കൂടുതൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു നിരവധി പരാതികളും ഉണ്ടായ സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, നേരത്തെ വ്യാജ സർവീസ് ബുക്ക് ഉണ്ടാക്കിയതിന്റെ പേരിൽ മലബാർ ദേവസ്വം കമ്മീഷണർ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ഇയാൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഒരു സസ്പെൻഷൻ നടപടി പോരാ, കാരണം ശക്തമായ നടപടി വേണം. അല്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ദേവസ്വത്തിന്റെ ഭണ്ഡാരം എണ്ണുക എന്ന് പറയുന്നത് അതീവ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അത്രയധികം വിശ്വാസം ജനങ്ങൾക്ക് നൽകേണ്ട ഒരു ജോലി കൂടിയാണിത്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇയാൾ കൃത്യമായ ക്രമക്കേട് കാണിച്ചിരിക്കുന്നു എന്നൊരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ സസ്പെൻഷൻ ആണെങ്കിൽ പോലും കൂടുതൽ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.